എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 14-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും, നാളെ ഏപ്രിൽ 15-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും, നാളെ ഏപ്രിൽ 16-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്തത് മാർച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷനാണ്. ഇനി ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിക്കുന്നത് മെയ് മാസത്തേതാണ്. സർക്കാർ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. അതാത് മാസത്തെ പെൻഷൻ കൃത്യസമയങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉത്തരവ് ഇറക്കിയിരുന്നത്. എന്നാൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്നതിന് പ്രത്യേകം മറ്റൊരു ഉത്തരവും ഇറക്കിയിരുന്നു. ഏപ്രിൽ മാസത്തെ പെൻഷൻ 2000 രൂപ മുൻകൂറായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയത്. ഇലക്ഷൻ 9-ാം തീയതി ആയിരുന്നു. അതിനു മുമ്പ് വിഷു, ഈസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വിതരണം ചെയ്തത്. പക്ഷെ അത് വിതരണം ചെയ്തതുകൊണ്ട് തന്നെ ഇനി നമുക്ക് വരുന്ന വിഷു 15-ാം തീയതി വരെയാണ്. ആ ഒരു സമയത്ത് പ്രത്യേകം ഒരു പെൻഷൻ ഇല്ല. അത് നേരത്തെ ലഭിച്ചത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പെൻഷൻ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് 25-ാം തീയതിയാണ് സാധാരണ പെൻഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഓരോ മാസവും അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ മാസം ഇനി ഇല്ല, പെൻഷൻ ഇല്ല. അടുത്ത മാസവും ഈ ഒരു സമയത്തൊന്നും പെൻഷൻ ലഭിക്കില്ല. അടുത്ത മാസം അവസാനത്തോട് കൂടിയിട്ടാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക. അപ്പോഴേക്കും വേറൊരു സർക്കാർ ആയിരിക്കും. അതിപ്പോൾ ആര് വന്നാലും UDF ആയാലും LDF ആയാലും പുതിയ സർക്കാർ ആയിരിക്കും അധികാരത്തിലുണ്ടാവുക. അവരുടെ ആദ്യ പെൻഷൻ 20-ാം തീയതിക്ക് ശേഷമാണ് ഉണ്ടാകുക. അപ്പോൾ 1.5 മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത ക്ഷേമ പെൻഷൻ നമുക്ക് ലഭിക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസം ലഭിക്കുന്നതാണ്. 20-ന് ശേഷമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് അറിയിപ്പുകളൊന്നും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രത്യേക അറിയിപ്പുകളൊന്നും വരില്ല. അപ്പോൾ എന്നാണ് ഉണ്ടാകുക എന്ന് നമുക്ക് അക്കൗണ്ടുകളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുക. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചു നോക്കണം. അവർക്ക് ഉത്തരവ് വന്നിട്ട് അവർക്ക് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിതരണം ആരംഭിക്കും. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 18 ലക്ഷത്തോളം ആളുകൾക്കാണ് ലഭിച്ചത്. അതിലും കൂടുതൽ ആളുകൾക്ക് ഈ മാസം ഉണ്ടാകും. 82,000-ോളം അപേക്ഷകൾ റിജക്റ്റ് ആയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുമ്പ്, അതായത് ആദ്യ ഗഡു ലഭിച്ചു, ഫെബ്രുവരിയിൽ ലഭിച്ചു, മാർച്ചിൽ ലഭിച്ചില്ല എന്നൊക്കെ പല ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വരും ദിവസങ്ങളിൽ ആ ഒരു തുക ലഭിക്കുന്ന അടുത്ത ഗഡുവിനോടൊപ്പം തുക ലഭിക്കുന്നതാണ്. 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്നിട്ടുള്ള പുതിയ ആദായനികുതി നിയമങ്ങൾ ഇൻകം ടാക്സ് ആക്ട് 2025 അനുസരിച്ച് ബാങ്ക് നിക്ഷേപങ്ങളിലും പാൻ കാർഡ് ഉപയോഗിക്കേണ്ട പരിധിയിലും കൃത്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കൊക്കെ എത്ര തുക വരെ ബാങ്കുകളിൽ നിക്ഷേപിക്കാം, എപ്പോഴൊക്കെയാണ് ബാങ്കുകളിൽ നിന്ന് നോട്ടീസ് വരിക, പാൻ കാർഡിന്റെ പരിധി എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ വിശദമാക്കുന്നത്. മുമ്പുണ്ടായിരുന്നത് പോലെയല്ല, പാൻ കാർഡ് നിർബന്ധമാക്കുന്ന പുതിയ പരിധികൾ വന്നിട്ടുണ്ട്. മുമ്പ് ഒരു ദിവസത്തെ ഇടപാടിനായിരുന്നു പ്രാധാന്യം എങ്കിൽ ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തെ ആകെ തുക, അതായത് ആനുവൽ അഗ്രിഗേറ്റ് കണക്കിലെടുത്താണ് നിയമം. സേവിങ്സ് അക്കൗണ്ടുകളിൽ ഒരു വർഷം ആകെ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൽ കൂടുതൽ രൂപയോ ക്യാഷായി നിക്ഷേപിക്കുമ്പോഴോ പിൻവലിക്കുമ്പോഴോ മാത്രമാണ് ഇനി ആധാർ കാർഡ് നിർബന്ധമാകുന്നത്. ഇത് കറന്റ് അക്കൗണ്ട് ആണ് എങ്കിൽ 50 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് ഇടപാടുകൾ നടത്തിയാൽ പാൻ കാർഡ് വിവരം നൽകണം. സ്ഥിര നിക്ഷേപം, അതായത് FDകൾക്ക് ഒരു വർഷം ആകെ 10 ലക്ഷം രൂപയിൽ കൂടുതൽ FD ഇടാൻ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ ആദായ നികുതി വകുപ്പ് നമ്മുടെ ഇടപാടുകൾ അറിയും, അല്ലെങ്കിൽ ബാങ്ക് ആ വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിക്കും. ബാങ്ക് തങ്ങളുടെ ഇടപാടുകളുടെ വിവരങ്ങൾ SFT സെറ്റിൽമെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വഴി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറാറുണ്ട്. പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിൽ ഒന്നാമത്തേത് സേവിങ്സ് അക്കൗണ്ടിലോ FD അക്കൗണ്ടിലോ ഒരു വർഷം 10 ലക്ഷം രൂപക്ക് മുകളിൽ ക്യാഷ് നിക്ഷേപിക്കുമ്പോൾ, കറന്റ് അക്കൗണ്ടുകളിൽ 50 ലക്ഷം രൂപക്ക് മുകളിൽ ക്യാഷ് നിക്ഷേപിക്കുകയാണ് എങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷായി അടക്കുമ്പോഴും ബാങ്ക് ഈ വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിക്കും. എന്നാൽ ആദായ നികുതി വകുപ്പ് അറിഞ്ഞതുകൊണ്ട് അപ്പോൾ തന്നെ നോട്ടീസ് വരണമെന്നില്ല. എപ്പോഴാണ് ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നത്? നിക്ഷേപിക്കുന്ന തുകയ്ക്ക് കൃത്യമായ കണക്കില്ലെങ്കിൽ മാത്രമാണ് ഭയപ്പെടേണ്ടതുള്ളൂ.
നോട്ടീസ് വരാൻ സാധ്യതയുള്ള പ്രധാന കാരണങ്ങൾ ഇനി പറയുന്ന വരുമാനവും നിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾക്ക് വർഷം 5 ലക്ഷം രൂപയുടെ വരുമാനം ഉള്ള ഒരാളാണെന്ന് IT റിട്ടേണിൽ കാണിക്കുകയും ഒരു 15 ലക്ഷം രൂപ നിക്ഷേപിക്കുകയും ചെയ്താൽ ആ അധിക തുക എവിടെ നിന്നാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. സ്രോതസ് വ്യക്തമായില്ല എങ്കിൽ, അതായത് നിക്ഷേപിക്കുന്ന പണം വസ്തു വിറ്റതോ കൃഷിയിൽ നിന്നുള്ളതോ ബിസിനസ്സിൽ ലഭ്യമായതോ ആണ് എങ്കിൽ അതിന് കൃത്യമായ രേഖകൾ കൈവശം വേണം. രേഖകൾ ഇല്ല എങ്കിൽ ആ തുക അവിഹിത വരുമാനമായി കണക്കാക്കുന്നതാണ്. എത്ര രൂപ വരെ സുരക്ഷിതമായി നിക്ഷേപിക്കാം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നികുതി നൽകേണ്ടാത്തവരും ഉണ്ട്. നിങ്ങളുടെ ആകെ വാർഷിക വരുമാനം നികുതി പരിധിക്കുള്ളിൽ, അതായത് പുതിയ നിയമപ്രകാരം 4 ലക്ഷം രൂപ വരെ ആണ് എങ്കിൽ പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ രേഖയുള്ളവർ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖകൾ, ഉദാഹരണത്തിന് വസ്തു വിറ്റ ആധാരം അല്ലെങ്കിൽ ബിസിനസിന്റെ ബില്ലുകൾ, എത്ര കോടി രൂപ വേണമെങ്കിലും ഇങ്ങനെ രേഖകൾ ഉണ്ട് എങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കാം. എന്നാൽ ഓരോ സാമ്പത്തിക വർഷത്തെയും കൃത്യമായ ഇടവേളകളിൽ IT റിട്ടേൺ കൃത്യമായി കാണിക്കണം എന്നുള്ളത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. പണ ഉറവിടം തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിക്ഷേപിച്ച തുകയുടെ 60% വരെ നികുതിയും പിഴയും ഈടാക്കാൻ നിയമമുണ്ട്. ചുരുക്കത്തിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷായി അക്കൗണ്ടിൽ ഇടുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റഡാറിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അധിക തുക ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ടുള്ള ITR ഫയൽ ചെയ്യേണ്ടതുണ്ട്. 2026-27 സാമ്പത്തിക വർഷം, അതായത് നിലവിലെ സാമ്പത്തിക വർഷം ടാക്സ് സ്ലാബുകൾ ഇനി പറയുന്ന രൂപത്തിൽ നമ്മുടെ വരുമാനം, അതായത് നമ്മുടെ ബാങ്കിലെ നിക്ഷേപം ഒരു വർഷത്തിൽ 0 മുതൽ 4 ലക്ഷം രൂപ വരെയാണ് എങ്കിൽ അതിന് നികുതിയില്ല. 4 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് എങ്കിൽ 5%, 8 മുതൽ 12 ലക്ഷം വരെയാണെങ്കിൽ 10%, 12 മുതൽ 16 ലക്ഷം രൂപ വരെയാണ് എങ്കിൽ 15 ലക്ഷം രൂപ വരെയാണ്. 16 മുതൽ 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ 20% നികുതി. 20 ലക്ഷത്തിന് മുകളിലാണ് എങ്കിൽ 30%മാണ് നികുതിയായിട്ട് നമ്മൾ നൽകേണ്ടി വരുന്നത്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ടാക്സ് റിബേറ്റ് പുതിയ നിയമപ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെ ഉള്ള ആളുകൾക്ക് നികുതി നൽകേണ്ടി വരില്ല. അതായത് സ്ലാബുകൾ അനുസരിച്ച് ടാക്സ് കണക്കാക്കും എങ്കിലും റിബേറ്റ് ലഭിക്കുന്നതിനാൽ ഈ പരിധി ഉള്ളവർ അവരുടെ ടാക്സ് 0 കണക്കാക്കുന്നത്. അതായത് 12 ലക്ഷം രൂപ വരെ ബാങ്കിൽ നിക്ഷേപിച്ചാലും നികുതി നൽകേണ്ടി വരുന്നില്ല. 12 ലക്ഷത്തിന് മുകളിലായാൽ നേരത്തെ പറഞ്ഞ വിവിധ ഘട്ടങ്ങളിലായി 5 മുതൽ 30% വരെയുള്ള സ്ലാബുകൾ പ്രകാരം നികുതി നൽകേണ്ടി വരും. മറ്റൊന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ശമ്പള വരുമാനക്കാർക്കും പെൻഷൻകാർക്കും ലഭിച്ച സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ 80C ഇളവുകളാണ്. പുതിയ ടാക്സ് സമ്പ്രദായത്തിൽ LIC, EPF തുടങ്ങിയ നിക്ഷേപങ്ങൾക്ക് 80C ഇളവുകൾ ലഭിക്കില്ല. എന്നാൽ പഴയ ടാക്സ് സമ്പ്രദായത്തിൽ തുടരുന്ന ആളുകൾക്ക് ഈ ഇളവുകൾ ലഭിക്കുന്നതുമാണ്. ആദായ നികുതി എങ്ങനെയാണ് അടയ്ക്കേണ്ടത്? ബാങ്കിലെ നിക്ഷേപം വഴി മാത്രം വലിയ ലാഭം ലഭിക്കാത്തവർക്കും ചെറിയ രീതിയിലുള്ള ബിസിനസ് വരുമാനം ഉള്ളവർക്കും ഇനി പറയുന്ന രൂപത്തിലാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരിക. വരുമാനം നികുതി പരിധിക്ക് മുകളിലാണ് എങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റ്, അതായത് incometax.gov.in വഴി ഇൻകം ടാക്സ് റിട്ടേൺ അഥവാ ITR ഫയൽ ചെയ്യണം. അഡ്വാൻസ് ടാക്സ് വർഷം 10,000 രൂപയിൽ കൂടുതൽ ടാക്സ് അടക്കാൻ സാധ്യതയുള്ളവർ അത് വർഷാവസാനം വരെ കാത്തു സൂക്ഷിക്കാതെ ഗഡുക്കളായി, അതായത് അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടക്കുന്നതാണ് നല്ലത്. ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനം, ബാങ്കിൽ നിന്നുള്ള പലിശ, നമുക്കുണ്ടാകുന്ന ചെലവുകൾ, ഇവയുടെ എല്ലാം രേഖകൾ കയ്യിൽ കരുതുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ 2026 ഏപ്രിൽ 1 മുതൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു രീതിയിലാണ് എല്ലാ ആളുകളും മനസ്സിലാക്കുക. അന്യ ആളുകളുടെ, നമുക്ക് യാതൊരു ഗുണവും ഇല്ലാത്ത ആളുകളുടെ പണം പല സമയത്തും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കൈമാറാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടേത് കൂടി വരുമ്പോൾ വലിയ തുകയായി മാറും. അത് പിന്നീട് ഇൻകം ടാക്സ് നോട്ടീസ് വരുന്ന സ്ഥിതിയിലേക്കും വരും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവും ഇല്ലാതെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ നികുതി അടയ്ക്കേണ്ടി വരുന്ന സ്ഥിതിയും ഉണ്ടാകും.
കൃത്യമായിട്ടുള്ള സോഴ്സ് കാണിക്കാതിരിക്കുകയാണ് എങ്കിൽ 60% വരെ പിഴയും നികുതിയും അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള ആളുകളുടെ പണം നമ്മുടെ അക്കൗണ്ടുകളിലൂടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ കാര്യം ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ അലക്ഷ്യമായി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് ഈ വിവരം ഒന്ന് ഷെയർ ചെയ്യുക. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.